ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരന്റെയും വീഴ്ച കാരണം ദുരിതത്തിലായി കോഴിക്കോട് പയ്യോളി തിക്കോടി മേഖലയിലെ ജനങ്ങൾ. തോരാതെ പെയ്യുന്ന മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയും പരിസരവും വെള്ളത്തിൽ മുങ്ങി ഗതാഗതം സ്തംഭിക്കുന്നത് പതിവാണ്. കളക്ടർ ഇടപെട്ട് സബ് കളക്ടറെ നോഡൽ ഓഫീസറായി നിയമിച്ചു. പക്ഷേ പ്രശ്നത്തിനൊരു പരിഹാരവുമായിട്ടില്ല. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ തന്നെ പലതവണ വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വെങ്ങളം അഴിയൂർ റീച്ചിൽ വാഗാട് കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗത്ത് പയ്യോളി നഗരസഭയുടെ പരിധിയിലും തിക്കോടി പഞ്ചായത്തിൻ്റെ പരിധിയിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ് ദേശീയപാതയിലുള്ളത്. വടകര കോഴിക്കോട് ശരാശരി 1.5 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരം ചില ദിവസങ്ങൾ 7 മണിക്കൂറൊക്കെ തന്നെ എടുത്താണ് ആളുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ചു വിടുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ടിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. തിക്കോടി പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കൾവെട്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് പുതിയ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ പ്രശ്നങ്ങൾ. ഇതിൻ്റെ അശാസ്ത്രീയമായ രീതിയിലുള്ള വകാടിൻ്റെ ഈ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ. കുറേ പരാതികളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിരുന്നോ? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ച്, അതേപോലെ തന്നെ MLA ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫോൺ ചെയ്തിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, മറുപടി കിട്ടുന്നില്ല. മുന്നൊരുക്കില്ലാതെ നടത്തിയതാണ് പ്രശ്നങ്ങൾ കാരണം. തീർച്ചയായും മുന്നൊരുക്കമില്ലാത്ത, നേരത്തെ ഈ ഒരു സംഭവങ്ങൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ദേശീയപാതയിലുള്ള ഈ വെള്ളക്കെട്ട് കാരണം മണിക്കൂറുകളോളമാണ് ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളൊക്കെ തന്നെ മണിക്കൂറുകളോളം ഇവിടെ കുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ആളുകളൊക്കെ തന്നെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ ഒരു ബന്ദിയാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എന്നുവെച്ചാൽ തീരദേശ ഭാഗത്തുള്ള പടിഞ്ഞാറുള്ള ഭാഗത്ത് ഉള്ള ആളുകൾക്ക് ദേശീയപാതയിലേക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ. വെള്ളക്കെട്ട് തിക്കോടി പഞ്ചായത്ത് ബസാർ രൂക്ഷമാണ്. വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കാത്ത അവസ്ഥ. സാംസ്കാരിക നിലയം അതുപോലെയുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാത്തൊരവസ്ഥ. സ്കൂളുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ആളുകൾക്ക് അപ്പുറം ഇപ്പുറം പോകാൻ പറ്റാത്ത വലിയ ഗുരുതരമായ അവസ്ഥ. എന്നാൽ ഇതൊക്കെ തന്നെ വേനൽ മഴ വന്ന സമയത്ത് തന്നെ അധികാരികളുടെ മുമ്പിൽ നിലവിലുണ്ടായിരുന്ന കൽവർട്ടുകളൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത്തരം രൂക്ഷമായ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ തന്നെ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ അവരാരും തന്നെ ഞങ്ങളുടെ വാക്കുകളെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇത് ഇവർ ക്ലീൻ ചെയ്തിട്ടില്ല തീരെ. ഈ സാധനങ്ങൾ ഇവരെ പണിയായ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇരുമ്പുകൾ ഇതെല്ലാം അവർ ചെയ്യുന്ന ആൾക്കാർ വന്ന് പണി അത് ശ്രദ്ധിക്കാൻ ഒരു NHAൻ്റെ ആൾക്കാരോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആരും ഇല്ല. അപ്പോൾ ഈ കൺവേർട്ടുകളൊക്കെ തന്നെ അടച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാം വെള്ളത്തിലാണ്. ഈ ഭാഗങ്ങളിൽ സ്കൂൾ വെള്ളത്തിലാണ്, വീടുകൾ വെള്ളത്തിലാണ്, അതുപോലെ റോഡുകളെല്ലാം വെള്ളത്തിലാവുകയാണ്. ഇതിൻ്റെ വേനൽ മഴയുടെ സമയത്ത് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇവർ ശ്രദ്ധിക്കാത്ത കാരണം വകാടിൻ്റെ വണ്ടികൾ നിരന്തരം തടയുന്നൊരവസ്ഥ, പഞ്ചായത്ത് മെമ്പർമാർ റോഡിൽ നിന്ന് തടയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ കൃത്യമായി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. ഏതായാലും ഇതേ വിഷയമാണ് ആലപ്പുഴ അരൂരിലുള്ളത്. അവിടെ ഹൈക്കോടതി ഇടപെട്ടതാണ്. സമാനമായ വിഷയമാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ പരിഹാരം അങ്ങ് അകലെയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കിയിരുന്നു. കാരണം വലിയ വെള്ളക്കെട്ടും യാത്രാ ദുരിതവും കാരണമാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത്. ഏതായാലും ഇതിനൊരു അടിയന്തര പരിഹാരം വേണം. മുന്നൊരുക്കമില്ലാതെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് ദേശീയപാത കടന്നതാണ് ഈ രീതിയിലുള്ള വലിയ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ. പയ്യോളിയിലേക്കൊരു കണ്ണെത്തണം, ആ പാതയ്ക്കൊരു പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ഒരു സങ്കട ഹർജിയായി നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ കോടതി ഇടപെടണോ എന്തോ.